ഹായ് മക്കളെ, എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾറെഡി അതിന്റെ 3 പാർട്ട് എന്റെ കുട്ടികൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ആ 3 പാർട്ടും കണ്ടാലേ 4ാമത്തെ പാർട്ടായ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകും. മക്കൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ ആ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നായിരുന്നു. ഓർഗാനിക് കോമ്പൗണ്ട്സിന് എന്തിടാൻ പോവാണ്? പേരിടാൻ പോവാണ്. അപ്പൊ എന്താണ് ഇന്നത്തെ ടോപ്പിക്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ സാർ എന്താണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ചോദിച്ചാൽ ദാ കിടക്കുന്നു, നിങ്ങൾക്ക് കാണാം, IUPAC നോമൻക്ലേച്ചർ ആണ്. IUPAC നോമൻക്ലേച്ചർ ആണ്. എന്താണ് IUPAC? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പരിപ്പുവട ആൻഡ് കപ്പലണ്ടി എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയുമെങ്കിലും എന്താണ് ആക്ച്വലി IUPAC എന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ആണ്. ഈ IUPAC എന്ന് പറയുന്ന ഈ സംഘടന സർട്ടൻ സെറ്റ് ഓഫ് എന്ത് പറഞ്ഞിട്ടുണ്ട്? റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ആ റൂൾസിനെ അടിസ്ഥാനമാക്കി മാത്രമേ നിങ്ങൾക്ക് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ എന്ത് ചെയ്യാൻ പറ്റൂടാ? നെയിം ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. IUPAC നോമൻക്ലേച്ചർ പഠിക്കണമെങ്കിൽ ആദ്യം എന്റെ കുട്ടികൾ അറിയേണ്ട സാധനമാണ് വേർഡ് റൂട്ട്. എന്തു അറിയേണ്ടത്? വേർഡ് റൂട്ട്. എന്തുവാ സാറേ വേർഡ് റൂട്ട്? എന്തുവാ സാറേ ഈ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ? മക്കളെ, എന്താണ് വേർഡ് റൂട്ട് എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ അവർ നെയിം ചെയ്യാൻ തരും. അപ്പൊ നമ്മള് അതിനകത്ത് ഒരു മെയിൻ ചെയിൻ എടുക്കണം. ഓക്കെ ആണേ? ആരെ എടുക്കണം? മെയിൻ ചെയിൻ എടുക്കണം. അപ്പൊ ചോദിക്കും, എന്തുവാ സാറേ ഈ മെയിൻ ചെയിൻ? അത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ എന്താണ് വേർഡ് റൂട്ട് എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് തരുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് നമ്മൾ ആരെ സെലക്ട് ചെയ്യണം? ഒരു മെയിൻ ചെയിനെ സെലക്ട് ചെയ്യണം. ആ മെയിൻ ചെയിനിനകത്ത് എത്ര കാർബൺ ആറ്റം പ്രസന്റ് ആണ്, ആ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് വേർഡ് റൂട്ട്. അപ്പൊ എന്തുവാ മക്കളെ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് പ്രസന്റ് ഇൻ മെയിൻ ചെയിൻ ആണ്. അപ്പൊ എന്റെ മക്കളുടെ ഡൗട്ട് എന്താ? എന്തുവാ സാറേ ഈ മെയിൻ ചെയിൻ? അത് സാർ പറഞ്ഞുതരാം, അവിടെ ഇരിക്കട്ടെ. അപ്പൊ ദാ വേർഡ് റൂട്ടിന്റെ ഡെഫിനിഷൻ ഒന്ന് കേട്ടോ. വേർഡ് റൂട്ടിന്റെ ഡെഫിനിഷൻ ഒന്ന് കേട്ടോ. ദാ കേട്ടോ, വേർഡ് റൂട്ട് ഈസ് ദ വേർഡ്. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ് which represents the number of carbon atoms present in main carbon chain. നമ്മൾക്ക് നെയിം ചെയ്യാൻ തന്നിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനകത്തെ മെയിൻ ചെയിനകത്ത് പ്രസന്റ് ആയ കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് വേർഡ് റൂട്ട്. അപ്പൊ എന്റെ മക്കളുടെ ഡൗട്ട് എന്താണ്? എന്തുവാ സാറേ മെയിൻ ചെയിൻ? മക്കളെ, എന്താണ് മെയിൻ ചെയിൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ ഒരു ലോങ്സ്റ്റ് ചെയിനിനെ സെലക്ട് ചെയ്യണം. ലോങ്സ്റ്റ്, നീളം കൂടിയ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ലോങ്സ്റ്റ് കാർബൺ ചെയിനിനെ നാം വിളിക്കുന്ന പേരാണ് മെയിൻ ചെയിൻ. അപ്പൊ എന്താ മെയിൻ ചെയിൻ എന്നാൽ? നമുക്ക് നെയിം ചെയ്യാൻ തന്നിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് നമ്മൾ ആരെ സെലക്ട് ചെയ്യണം? ലോങ്സ്റ്റ് കാർബൺ ചെയിനെ സെലക്ട് ചെയ്യണം. ആ ലോങ്സ്റ്റ് കാർബൺ ചെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിള്ളാരെ എന്ത്? മെയിൻ ചെയിൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി ഇതാണ്ട് നേരെ ആ ടാബുലാർ കോളം ഒന്ന് പഠിച്ചേ. ഇനി ഇതാ നേരെ ആ ടാബുലാർ കോളം ഒന്ന് പഠിച്ചേ. എന്താ ടാബുലാർ കോളത്തിലെ ആദ്യത്തെ കോളത്തിന്റെ ഹെഡിങ്? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ മെയിൻ ചെയിൻ. മെയിൻ ചെയിനകത്തുള്ള മെയിൻ ചെയിൻ എന്നാൽ ആരാണ്? ലോങ്സ്റ്റ് കാർബൺ ചെയിനിനെ വിളിക്കുന്ന പേരാണ് മെയിൻ ചെയിൻ. ആ മെയിൻ ചെയിനകത്തുള്ള കാർബണിന്റെ എണ്ണമാണ് ആദ്യത്തെ കോളം. രണ്ടാമത്തെ കോളം കണ്ടോ പിള്ളാരെ? രണ്ടാമത്തെ കോളം എന്താണ്? വേർഡ് റൂട്ട് ആണ്. രണ്ടാമത്തെ കോളം എന്താണ്? വേർഡ് റൂട്ട് ആണ്. നോക്കൂ നിങ്ങള് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ മെയിൻ ചെയിൻ. ഒരു കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് ആയിട്ട് എന്ത് പറയണം? മെത്ത് പറയണം. അത് ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചേ പറ്റൂ. ഒരു കാർബൺ ആണെങ്കിൽ ആരാണ്? മെത്താണ്. മെയിൻ ചെയിനിനകത്ത് ലോങ്സ്റ്റ് കാർബൺ ചെയിനിനകത്ത് ഒരു കാർബൺ പ്രസന്റ് ആണെങ്കിൽ വേർഡ് റൂട്ട് എന്താണെന്ന് IUPAC പറയുന്നു? മെത്താണ്. മെത്താണ്. നോക്കൂ, 2 കാർബൺ ആണെങ്കിലോ എത്താണ്. 2 കാർബൺ ആണെങ്കിൽ എത്താണ്. 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പാണ്. 4 കാർബൺ ആണെങ്കിൽ ബട്ടല്ല ബ്യൂട്ടാണ്. ബട്ടല്ല ബ്യൂട്ടാണ്. ബട്ടല്ല ബ്യൂട്ടാണ്. ബട്ടല്ല ബ്യൂട്ടാണ്. മറക്കരുത്, ബട്ട് എന്ന് വായിക്കല് ബ്യൂട്ടാണ്.
5 കാർബൺ ആണെങ്കിൽ പെന്റാണ്, 6 കാർബൺ ആണെങ്കിൽ ഹെക്സാണ്, 7 കാർബൺ ആണെങ്കിൽ ഹെപ്റ്റാണ്, 8 കാർബൺ ആണെങ്കിൽ ഒക്ടാണ്, 9 കാർബൺ ആണെങ്കിൽ നണ്ണാണ്, 10 കാർബൺ ആണെങ്കിൽ ഡെക്കാണ്. അപ്പൊ 1 കാർബൺ ആണെങ്കിൽ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. ഓക്കെ ആണല്ലോ. അപ്പൊ IUPAC നോമൻക്ലേച്ചർ ചെയ്യണമെങ്കിൽ ആദ്യം ആരെ കുറിച്ച് അറിയണം? വേർഡ് റൂട്ട്. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ചെയിനകത്ത് പ്രസന്റ് ആയ കാർബണിന്റെ എണ്ണമാണ് വേർഡ് റൂട്ട് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് മെയിൻ ചെയിൻ എന്ന് ചോദിച്ചാൽ ഇനി എന്റെ മക്കള് പറയും ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്തെ ലോങ്സ്റ്റ് നീളം കൂടിയ കാർബൺ ചെയിനിനെ വിളിക്കുന്ന പേരാണ് എന്ത് മെയിൻ ചെയിൻ. ക്ലിയർ ആണല്ലോ? യെസ്. ദാണ്ടേ നിങ്ങൾക്ക് പല ടൈപ്പ് കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് ഉണ്ട്. ആൽക്കേന്റെ നെയിമിംഗ് ഉണ്ട്, ആൽക്കീന്റെ നെയിമിംഗ് ഉണ്ട്, ആൽക്കൈന്റെ നെയിമിംഗ് ഉണ്ട്, അതേപോലെ ബ്രാഞ്ചഡ് ആൽക്കേന്റെ നെയിമിംഗ് ഉണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നെയിമിംഗ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആൽക്കേന്റെയും ആൽക്കീന്റെയും ആൽക്കൈന്റെയും പേരിടലാണ് പഠിക്കുന്നത്. സോ നിങ്ങൾ ഹെഡിങ് ആയിട്ട് അങ്ങോട്ട് കൊടുത്തോ. ക്ലാസ് കണ്ടിട്ട് മക്കളെ ഒരു കാര്യവുമില്ല, വെറുതെ താണ്ട ക്ലാസ് എടുത്ത് വെച്ച് കണ്ടിട്ട് കാര്യമില്ല. ഒരു പീസ്ഫുൾ ആയ അറ്റ്മോസ്ഫിയറിൽ വളരെ ഭംഗിയായിട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ക്ലാസ് കണ്ട് കൂടെ തന്നെ നോട്ട് എഴുതി വേണം പഠിക്കാൻ. അതേപോലെ നിങ്ങൾക്ക് നോട്ട്സോ സ്റ്റഡി മെറ്റീരിയൽസോ അതേപോലെ ഡൗട്ട്സോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ബ്രൈറ്റ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. കേറുക, ജോയിൻ ചെയ്യുക. 24/7 നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ബ്രൈറ്റ് അക്കാഡമിയിലെ ചുണക്കുട്ടികളായ അധ്യാപകർ അവിടെയുണ്ട്. ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കോണം. ഓക്കെ ആണല്ലോ? തിരിച്ചു വാ. ആരുടെ നെയിമിംഗ് സാർ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നേ? ആരുടെ നെയിമിംഗ് ആണ് സാർ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത്? വേഗം പറ പിള്ളാരെ. നെയിമിംഗ് ഓഫ് ആൽക്കെയിൻ ആണ്. നെയിമിംഗ് ഓഫ് ആരാണ്? ആൽക്കെയിൻ ആണ്. നെയിമിംഗ് ഓഫ് ആരാണ്? ആൽക്കെയിൻ ആണ്. എന്റെ കുട്ടികളെ, എന്റെ മക്കളെ സാറ് ആൽക്കെയിനെ കുറിച്ച് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സാച്ചുറേറ്റഡ് ആയ ഹൈഡ്രോ കാർബൺ ആണ്. കാർബൺ സിംഗിൾ ബോണ്ട് ആണ്. ശരിയല്ലയോ? ആൽക്കെയിനെ കുറിച്ച് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് നേരെ പോയി ഏത് പാർട്ടൊക്കെ കണ്ടോണം. ഫസ്റ്റും സെക്കൻഡും തേർഡും കണ്ടിട്ട് ഫോർത്ത് പാർട്ടിലോട്ട് വരാവൂ. പിന്നീട് സാറേ വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ല, ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ സാറിന്റെ കുഴപ്പമല്ല, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് കാണുക. എങ്ങും തപ്പിപ്പോണ്ട. ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കേറുക, കണ്ടോളുക. ഓക്കെ ആണേ? യെസ്. അപ്പൊ നെയിമിംഗ് ഓഫ് ആൽക്കെയിൻ ആണ് മക്കളെ. ആൽക്കെയിനെ നെയിം ചെയ്യുന്ന സമയത്തുണ്ടല്ലോടാ, ആൽക്കെയിനെ നെയിം ചെയ്യുന്ന സമയത്തുണ്ടല്ലോടാ, ദാണ്ട് ആൽക്കെയിന്റെ നെയിം എഴുതേണ്ട പാറ്റേൺ ഇതാണ്. നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യണം? വേർഡ് റൂട്ട് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ആൽക്കെയിന്റെ നെയിമിംഗ് എഴുതേണ്ടത് എങ്ങനെയാണ്? വേർഡ് റൂട്ട് പ്ലസ് ANE ചേർക്കുക. വേർഡ് റൂട്ടിന്റെ കൂടെ എന്ത് ചേർത്താ മതിയടാ? ANE ചേർത്താ മതി. അപ്പൊ ആൽക്കെയിനെ നെയിം ചെയ്യുന്ന സമയത്ത് എന്തുവാ ചെയ്യേണ്ടത്? വേർഡ് റൂട്ട് സെലക്ട് ചെയ്യാൻ അറിയാം. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിനകത്തുള്ള കാർബണിന്റെ എണ്ണമാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേർഡ് റൂട്ട് സെലക്ട് ചെയ്യുന്നു. വേർഡ് റൂട്ടിന്റെ കൂടെ എന്തുകൂടെ ചേർത്താ മതി? എയിൻ ചേർത്താ മതി. അപ്പൊ വേർഡ് റൂട്ട് പ്ലസ് ആരാണ്? എയിൻ ആണ്. വേർഡ് റൂട്ട് പ്ലസ് ആരാണ്? എയിൻ ആണ്. അപ്പൊ ആൽക്കെയിനെ നെയിം ചെയ്യുന്ന സമയത്ത് എന്താണ്? ആൽക്കെയിനെ നെയിം ചെയ്യുന്ന സമയത്ത് എന്താണ്? വേർഡ് റൂട്ട് എഴുതുന്നു. അതിന്റെ കൂടെ ആര് എഴുതണം? എയിൻ ചേർക്കണം. വേർഡ് റൂട്ട് പ്ലസ് എയിൻ ആണ്. സെറ്റ് ആണ്. ദാ പിടിച്ചോ എക്സാമ്പിള്. കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ. എന്റെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചതാണ്. കാർബണിന്റെ വാലൻസി 4 ആണ്. കാർബണിന് അറൗണ്ട് ആയിട്ട് 1 വരെയാണ്. സോ ഇവിടെ എത്ര ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം? 3 ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം. സോ ഇതാരാണ്? CH3 ആണ്. നോക്കൂ, ലോങ്സ്റ്റ് കാർബൺ ചെയിനിനെ സാർ സെലക്ട് ചെയ്യുന്നു. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഇവിടെ സെലക്ട് ചെയ്യാൻ ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ആണുള്ളത്. ദാ നേരെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇതാണ് എന്റെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. സംശയമില്ലല്ലോ പിള്ളാരെ? ഇതാണ് എന്റെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ആണല്ലോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്പർ ഇടുക. ദാണ്ടേ ഞാൻ ഈ കാർബണിനെ 1 എന്ന് വിളിച്ചോ, ഈ കാർബണിനെ 2 എന്ന് വിളിച്ചോ. എന്തിനാ നമ്പർ ഇട്ടതെന്ന് ചോദിച്ചാൽ ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടെന്ന് അറിയണം. എത്ര കാർബൺ ഉണ്ടെന്ന് അറിഞ്ഞാലേ
വേർഡ് റൂട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ലോങ്സ്റ്റ് കാർബൺ ചെയിനിനകത്ത് 2 കാർബൺ ഉണ്ട് എന്ന് മനസ്സിലായി. നേരെ ടാബുലാർ കോളം എന്റെ മക്കളുടെ മനസ്സിലുണ്ട്. ടാബുലാർ കോളം എന്റെ മക്കളുടെ മനസ്സിലുണ്ട്. മെയിൻ ചെയിനിനകത്ത് ലോങ്സ്റ്റ് കാർബൺ ചെയിനിനകത്ത് 2 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് എന്താണടാ പിള്ളാരെ? എത്ത് ആണ്. പ്ലസ് ആൽക്കെയിൻ ആയതുകൊണ്ട് എന്തെഴുതണം എന്ന് പറഞ്ഞു? എയിൻ എഴുതണം. സോ ഇയാളുടെ പേരെന്ത് വരുവടാ? ഈഥെയിൻ. പറയടാ ഈഥെയിൻ. മനസ്സിലായോ? മനസ്സിലായോ? സിമ്പിൾ അല്ലയോ? അപ്പൊ തന്നിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ലോങ്സ്റ്റ് ആയ കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുക, ഒരു ബോക്സിനകത്ത് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ഐദർ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് കിട്ടും. നേരെ അതിന് കറസ്പോണ്ടിങ് ആയ വേർഡ് റൂട്ട് എഴുതുന്നു. ലാസ്റ്റ് എന്ത് ചേർക്കണം? എയിൻ എന്ന് ചേർക്കണം. ശരിയാണല്ലോ. 1-2 എക്സാമ്പിളൂടെ സാറ് പഠിപ്പിക്കട്ടെ. എന്റെ മക്കള് ശ്രദ്ധിക്കണേ. എന്റെ മക്കൾക്ക് ഒന്നുമില്ലടാ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ദാണ്ടെ ശ്രദ്ധിച്ചോണം. ദാണ്ടെ കാർബൺ ആൽക്കെയിൻ ആണ്. ഇനി ഞാൻ നിങ്ങളെ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചതാണ്. കാർബണിന്റെ വാലൻസി ഫില്ല് ചെയ്യാൻ ഇവിടെ എന്തോ വരണമെടാ? CH3. ഇവിടെ എന്തോ വരണവിടാ? CH2. ഇവിടെ എന്തോ വരണവിടാ? CH3. ആണോ മക്കളെ? പ്രയാസമില്ലല്ലോടാ പൊന്നുമക്കളെ. ഇനി നോക്കിക്കേ, എന്തോ ചെയ്യണം? ലോങ്സ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യണം. നോക്കൂ, അവിടെ 3 കാർബൺ ആറ്റമാണുള്ളത്. അപ്പൊ എനിക്ക് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എങ്ങനെ സെലക്ട് ചെയ്യാം? ദാ ഈ പാറ്റേണിൽ സെലക്ട് ചെയ്യാം. ഇതാണ് എന്റെ ലോങ്സ്റ്റ് ആയ കാർബൺ ചെയിൻ. മനസ്സിലായി? ഇനി എന്തോ ചെയ്യണമെന്നാ പറഞ്ഞ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കോ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കോ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ നമ്പർ ചെയ്യുക. ദാ സാർ ഇവിടുന്ന് ചെയ്യുന്നു 1, ദാ ഇവിടുന്ന് ചെയ്യുന്നു 2, ദാ ഇവിടുന്ന് ചെയ്യുന്നു 3. എന്റെ പൊന്നുമക്കള് പറഞ്ഞേ എത്ര കാർബൺ ഉണ്ടടാ മെയിൻ ചെയിനകത്ത്? 3 ആണ്. നേരെ ടാബുലാർ കോളം നോക്കുന്നു. സാർ 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പാണ്. അപ്പൊ എന്തെഴുതുവടാ? പ്രൊപ്പ് എന്നെഴുതുന്നു. ഇത് ആൽക്കെയിൻ ആണ്. സോ വേർഡ് റൂട്ടിന്റെ കൂടെ എയിൻ ചേർക്കണം. അപ്പൊ ഇതിന്റെ പേര് പറ. പ്രൊപ്പെയിൻ. പേര് പറ. പ്രൊപ്പെയിൻ. സെറ്റാണ്. ക്ലിയർ ആണ്. 2 എക്സാമ്പിളും കൂടെ ചെയ്തതിനു ശേഷം എവിടേക്ക് പോകാം? ആൽക്കീനിലേക്ക് പോകാം. ക്ലിയർ അല്ലയോ? സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? വേഗം 4 കാർബൺ ഉള്ളത് വരയ്ക്കുന്നു. 1, 2, 3, 4. കാർബണിന്റെ വാലൻസി ഫില്ല് ചെയ്യാൻ സാറ് പഠിപ്പിച്ചതാണ്. ഡൗട്ട് വരില്ല. ഇവിടെ CH3 വരണം, ഇവിടെ CH2 വരണം, ഇവിടെ CH2 വരണം, ഇവിടെ CH3 വരണം. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുക. നോക്കൂ, ഇതാണ് എന്റെ ലോങ്സ്റ്റ് നീളം കൂടിയ കാർബൺ ചെയിൻ. ദാ ഞാൻ ഇയാളെ നമ്പർ ചെയ്യാൻ പോകുന്നു. 1, 2, 3, 4. എത്ര കാർബൺ? 4 കാർബൺ. എത്ര കാർബൺ? 4 കാർബൺ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, വേർഡ് റൂട്ട് ബട്ടല്ല സാറേ, ബ്യൂട്ടാണ് സാറേ, പ്ലസ് ആൽക്കെയിൻ ആണ്. എയിൻ ചേർക്കണം സാറേ. പറഞ്ഞോ പിള്ളാരെ? ബ്യൂട്ട് എയിൻ. ബ്യൂട്ട് എയിൻ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ദാണ്ടെ ഒരെണ്ണവും കൂടെ ചെയ്ത് കോൺസെപ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. 1, 2, 3, 4, 5. ബാക്കി നിങ്ങൾ പറ. അറിയാം സാർ CH3, അറിയാം സാർ CH3. എവിടെ എന്റെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ? ഇതാണ് എന്റെ ലോങ്സ്റ്റ് നീളം കൂടിയ കാർബൺ ചെയിൻ. സാർ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ നിന്ന് നമ്പർ ചെയ്യണം സാർ. ഞങ്ങൾക്കറിയാം സാർ. പറ. 1, 2, 3, 4, 5. സാറേ ലോങ്സ്റ്റ് കാർബൺ ചെയിനകത്ത് 5 കാർബൺ ഉണ്ട്. നേരെ ബോക്സിനകത്ത് നോക്കി. പെൻഡാണ് സാറേ. വേർഡ് റൂട്ട് പെൻഡാണ്. കൂടെ എന്തൂടെ ചേർക്കണം? ANA. ചേർത്ത് പറ.
പെന്റേൻ. അടിപൊളിയായിട്ട് മനസ്സിലായല്ലോ, സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ. ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പോകുക, പരീക്ഷയ്ക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു സംശയവും വരാൻ പാടില്ല. ആൽക്കേനെ നെയിം ചെയ്യുന്ന സമയത്ത് ആൽക്കേൻ ആണെന്ന് എങ്ങനെ അറിയാം? ഹൈഡ്രോ കാർബൺ, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, ആൽക്കേൻ ആണ്. പേരിടുന്നത് എങ്ങനെയാണ്? വേർഡ് റൂട്ട് എ പ്ലസ് എ എൻ എ. വേർഡ് റൂട്ട് എങ്ങനെ സെലക്ട് ചെയ്യും? തന്നിട്ടുള്ള കോമ്പൗണ്ടിനകത്തെ ലോങ്സ്റ്റ് കാർബൺ ചെയിനിനകത്ത് എത്ര കാർബൺ ഉണ്ടോ അതാണ് ആരെ കാണിക്കുന്നത്? വേർഡ് റൂട്ടിനെ കാണിക്കുന്നത്. വേർഡ് റൂട്ട് എ പ്ലസ് എ എൻ എ ചേർത്തെഴുതുക, ചേർത്തെഴുതുക, ചേർത്തെഴുതുക. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. ദാണ്ട ഞാൻ അടുത്ത നോമൻക്ലേച്ചറിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് ആരാണ്? ആരാണ്? നെയിമിംഗ് ഓഫ്, നെയിമിംഗ് ഓഫ്, നെയിമിംഗ് ഓഫ് ആരാണ്? ആൽക്കീൻ ആണ്. എന്റെ മക്കൾക്ക് സംശയം വരത്തില്ല, ദീപു സാറിന്റെ ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് സംശയം വരത്തില്ല. ആൽക്കീനൊക്കെ സാറ് ഞങ്ങളെ അടിപൊളിയായിട്ട് പഠിപ്പിച്ചതാ സാറേ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് സാറേ. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ്, അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ട് പ്രസന്റ് ആണെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് ആൽക്കീൻ. സാറ് പഠിപ്പിച്ചതാ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. യെസ്, അടിപൊളിയായിട്ട് എന്റെ കുട്ടികൾക്ക് ഓർമ്മയുണ്ട് എന്ന് എനിക്കറിയാം. ആൽക്കീനിനെ നെയിം ചെയ്യുന്ന സമയത്ത് ആൽക്കേന്റെ എങ്ങനെ? വേർഡ് റൂട്ട് എ പ്ലസ് എ എൻ എ. ആൽക്കീന്റെ ഇത്രയുള്ളടാ പിള്ളാരെ. വേർഡ് റൂട്ട്, വേർഡ് റൂട്ട് പ്ലസ് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. ആരുടെ പൊസിഷൻ പറയണം? ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ പറയണം. ഒന്നും വിഷമിക്കണ്ട, ഞാനത് പറഞ്ഞു തരാം. പ്ലസ് ഇ എൻ ഇ. അപ്പൊ എന്താ? 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 തങ്കലിപികളിൽ ഒരു ബോക്സിനകത്ത് ആലേപനം ചെയ്തു വെക്കുന്നു, ആലേപനം ചെയ്തു വെക്കുന്നു. ഇത് പഠിച്ചോണേ, ഇത് പഠിച്ചോണേ, ഇത് പഠിച്ചോണേ. സാറേ ഒന്നുകൂടെ പറ, ഞങ്ങൾ അങ്ങ് പഠിക്കാം. ദാ പിടിച്ചോ. വേർഡ് റൂട്ട് പ്ലസ് എ എൻ ഇ ആണെങ്കിൽ ആരാണ്? ആൽക്കെയിൻ ആണ്. ആൽക്കെയിനെ നെയിം ചെയ്ത സമയത്ത് വേർഡ് റൂട്ട് പ്ലസ് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് പ്ലസ് ഇ എൻ ഇ. എന്താ? വേർഡ് റൂട്ട് പ്ലസ് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. എന്തുവാ സാറേ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്? മക്കളെ സാർ അത് എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരാം. അത് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ, അത് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നിങ്ങൾ ആദ്യം ആ സ്കീം അങ്ങ് പഠിക്കുക. എങ്ങനെയാണെന്ന് പഠിക്കുക. വേർഡ് റൂട്ട് പ്ലസ്, വേർഡ് റൂട്ട് പ്ലസ്, വേർഡ് റൂട്ട് പ്ലസ് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് പ്ലസ് ഇ എൻ ഇ ആണ്. പഠിച്ചല്ലോ, പഠിച്ചല്ലോ. ദാ പിടിച്ചു. എക്സാമ്പിൾ വെച്ച് അങ്ങോട്ട് കാണിച്ചു തരുമ്പോഴേ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവത്തുള്ളൂ. ദാണ്ടേ കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ. സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ CH2 ആണ്, ഇവിടെ CH2 ആണ്. നോക്കൂ, കാർബണിനും കാർബണിനും ഇടയിൽ ഡബിൾ ബോണ്ട് ആണ്. സോ ഇതാരാണ്? ആൽക്കീൻ ആണ്. നോക്കൂ, ഇതാണ് എന്റെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഇതാണ്. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ആണല്ലോ. എന്നിട്ട് എന്തോ ചെയ്യണമെന്നാ പറഞ്ഞേ? നമ്പർ ചെയ്യണം എന്ന് പറഞ്ഞു. എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു? നമ്പർ ചെയ്യണമെന്ന് പറഞ്ഞു. ആൽക്കീനിനെ നമ്പർ ചെയ്യുന്ന സമയത്ത്, ആൽക്കേനെ നമ്പർ ചെയ്ത സമയത്ത് ഞാൻ എന്താ പറഞ്ഞേ? ഇഷ്ടമുള്ള ഡയറക്ഷനിൽ നിന്നും നമ്പർ ചെയ്യാൻ. എന്റെ പൊന്നുമക്കളെ, ആൽക്കീനെ നമ്പർ ചെയ്യുമ്പോ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ നിന്നും നമ്പർ ചെയ്യാൻ പറ്റില്ല. ഏത് ഡയറക്ഷനിൽ നിന്ന് നമ്പർ ചെയ്യുമ്പോഴാണോ ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്ത കാർബണിന് ലീസ്റ്റ് നമ്പർ കിട്ടുന്നത്, ആ ഡയറക്ഷൻ വേണം പ്രിഫർ ചെയ്യാൻ. ഇങ്ങോട്ട്, ഇങ്ങോട്ട്, ഇങ്ങോട്ട്. ആൽക്കേനെ നമ്പർ ചെയ്യുമ്പോ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ നമ്പർ ചെയ്തു, ഒരു കുഴപ്പമില്ല. സിമ്പിൾ ആൽക്കേൻ ആണെങ്കിൽ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ നമ്പർ ചെയ്തോ, ഒരു കുഴപ്പമില്ല. ബ്രാഞ്ചിഡ് വരുന്നുണ്ട്, അപ്പൊ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയും. നോർമൽ ആയിട്ടുള്ള ആൽക്കേൻ ആണെങ്കിൽ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ നമ്പർ ചെയ്തോ, ഒരു കുഴപ്പമില്ല. ആൽക്കീൻ ആണെങ്കിൽ, ആരാണെങ്കിൽ? ആൽക്കീൻ ആണെങ്കിൽ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ നമ്പർ ചെയ്യാൻ പറ്റില്ല. ഏത് ഡയറക്ഷനിൽ നിന്ന് നമ്പർ ചെയ്യുമ്പോഴാണോ ഡബിൾ ബോണ്ടഡ് കാർബണിന് ലീസ്റ്റ് നമ്പർ കിട്ടുന്നത്, ആ ഡയറക്ഷൻ പ്രിഫർ ചെയ്യണം. ഓക്കെ ആണല്ലോ? ദാണ്ടെ ഈ എക്സാമ്പിളിനകത്ത് പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഈ ഡയറക്ഷനിൽ നിന്നും നമ്പർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഇതെന്റെ ഒന്നാമത്തെ കാർബൺ ആണ്, ഇതെന്റെ രണ്ടാമത്തെ കാർബൺ ആണ്. അപ്പൊ ഏതൊക്കെ നമ്പറുകൾക്കിടയിലാ എനിക്ക് ഡബിൾ ബോണ്ടിനെ കിട്ടിയത്? 1 നും 2 നും ഇടയിലാണ്. നിങ്ങൾ നോക്കിയാൽ മതി, 1 നും 2 നും ഇടയിലാണ്.
അതിലേതെടുക്കുമെന്ന് ചോദിച്ചാൽ ചെറുതെടുക്കണം. ചെറുതേതാ? 1 ആണ്. അപ്പൊ ഞാൻ ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്താൽ 1ാമത്തെ കാർബണിലാണ് എനിക്ക് ഡബിൾ ബോണ്ടിനെ കിട്ടുന്നത്. ആണല്ലോ. ഞാൻ തിരിച്ചും നമ്പർ ചെയ്യണം. ദാ ഇവിടുന്ന് നമ്പർ ചെയ്തു. അപ്പൊ ഇതെന്റെ 1, ഇതെന്റെ 2. അപ്പൊ നോക്കിക്കേ, ഏതൊക്കെ നമ്പറിന്റെ ഇടയിലാ കിട്ടുന്നത്? 1നും 2നും ഇടയിലാണ്. 1നും 2നും ഇടയിലാണെങ്കിൽ ഏത് സെലക്ട് ചെയ്യണം? ചെറുതേ സെലക്ട് ചെയ്യാവോ? അപ്പൊ എന്റെ മക്കള് പറയണം, തിരിച്ച് സാറേ നമ്പർ ചെയ്താലും 1ാമത്തെ കാർബണിലാണ് കിട്ടുക. സോ പ്രയാസം ഇല്ല. പ്രയാസം ഇല്ല. ഈ ക്വസ്റ്റ്യനകത്ത് പ്രയാസമില്ല. പക്ഷെ ഞാൻ അടുത്ത ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനകത്ത് പ്രയാസം വരും. ക്ലിയർ അല്ലയോ? ശരി, അങ്ങനാണെങ്കിൽ പറ. വേർഡ് റൂട്ട് മെയിൻ ചെയിനകത്ത് 2 കാർബൺ ആണ്. 2 കാർബണിന്റെ എന്തോ എഴുതണം? എത്ത് ആണല്ലോ. പ്ലസ് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് 1ാമത്തെ കാർബണിൽ. അപ്പൊ +1 പ്ലസ് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE ചേർക്കണം. അപ്പൊ ഇയാളുടെ പേരെന്തോ വരും? എത്ത്. ദാ ഒരു ഹൈഫൺ ഇടുക, 1 ഇടുക, ഈനെന്നെഴുതുക. ഇതേ സാധനത്തിനെ വേണമെങ്കിൽ 1 ആണെങ്കിൽ നിങ്ങൾ എഴുതണ്ട. അങ്ങനെ IUPAC പറയുന്നുണ്ട്. 1ാമത്തെ പൊസിഷനിലാണെങ്കിൽ ആ പൊസിഷൻ പറയേണ്ട ആവശ്യമില്ല. സോ ഇതേ സാധനത്തിനെ തന്നെ നിങ്ങൾക്ക് എന്തെഴുതാം? യത്ത് ഈൻ എന്നെഴുതാം. മക്കൾക്ക് മനസ്സിലായോ? മക്കൾക്ക് മനസ്സിലായോ? വേർഡ് റൂട്ട് പ്ലസ് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് പ്ലസ് ENE. 1ാമത്തെ പൊസിഷൻ ആണെങ്കിൽ എഴുതണ്ട. 2 സൈഡിൽ നിന്ന് നമ്പർ ഇടുക. ഏത് ഡിറക്ഷനിൽ നിന്ന് നമ്പർ ചെയ്യുമ്പോഴാണോ ചെറിയ നമ്പർ കിട്ടുന്നത് അതെടുക്കുക. സാറേ 2 നമ്പറുകൾക്കിടയിലായിരിക്കുമല്ലോ ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പൊ ഏതെടുക്കണം? ഞങ്ങള് ഏതാണോ ചെറുത് അതെടുക്കണം. മനസ്സിലായോ? 1 2 എണ്ണം കൂടി പറഞ്ഞ് കോൺസെപ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് തരട്ടെ. യെസ് ബാ. ദാ അടുത്ത എക്സാമ്പിൾ ഞാൻ എഴുതുന്നു. CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതൊരു ആൽക്കീൻ ആണ്. ആർക്കും സംശയമില്ല. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്കും സംശയമില്ല. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യണം. ഒരു പ്രയാസവും ഇല്ല. അതാണ്ട് ഇതാണ് സാറേ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ഇതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. സമ്മതിച്ചു. എന്തുവാ ഞാൻ പറഞ്ഞ എന്റെ മക്കളോട്? ആൽക്കീനിനെ പേരെഴുതുമ്പോ 2 സൈഡിൽ നിന്നും നമ്പർ ഇടുക, ചെറുത് സെലക്ട് ചെയ്യുക. ദാ ഈ സൈഡിൽ നിന്ന് സാറ് നമ്പർ ചെയ്യുന്നു. വേഗം പറ. 1 2 3. എന്റെ പൊന്നുമക്കള് പറഞ്ഞേ, ഏതൊക്കെ പൊസിഷനിലിടയിലാ ഡബിൾ ബോണ്ട് കിടക്കുന്നത്? 2നും 3നും ഇടയിലാണ്. ഏതെടുക്കണം സാറേ? ചെറുതെടുക്കണം സാറേ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ഇട്ടാൽ 2ാം സ്ഥാനത്താണ് കിട്ടുന്നത്. 2ാം സ്ഥാനത്താണ് കിട്ടുന്നത്. തിരിച്ചൂടെ നമ്പർ ചെയ്യണം. തിരിച്ചൂടെ നമ്പർ ചെയ്തിട്ട് ഏതാണോ ചെറുത് അത് എടുക്കാവൂ. ഞാൻ വീണ്ടും പറയുന്നു, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നമ്പർ ചെയ്തപ്പോ 2നും 3നും ഇടയിലാണ് ഡബിൾ ബോണ്ട്. ഏതെടുക്കും? അപ്പോ 2 എടുക്കണം. എന്നിട്ട് പേരെഴുതരുത്. തിരിച്ചൂടിട്ട് നോക്കിയിട്ട് ചെറുതേതാണോ അതേ എടുക്കാവൂ. അപ്പതാ തിരിച്ച് നമ്പർ ഇടുന്നു. 1 2 3. പ്രയാസമില്ല, കൺഫ്യൂഷൻ ഇല്ല. ഏത് പൊസിഷനിലൊക്കെ ഇടയിലാ കിട്ടിയേക്കുന്നത്? 1നും 2നും ഇടയിൽ. ഏതെടുക്കണം? 1 എടുക്കണം. ചെറുതേതാ? 1നും 2നും ഇടയിൽ ചെറുതേതാ? 1 ആണ്. അതെടുക്കണം. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടിട്ടാൽ 1ാമത്തെ കാർബണിൽ കിട്ടും. ശരിയല്ലേ? എന്നിട്ട് നിങ്ങൾ നോക്കണം ചെറുതേതാണോ ആ ഡയറക്ഷൻ എടുക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, ആൽക്കീനെ നമ്പർ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നമ്പർ ചെയ്യുക, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുക. എന്നിട്ട് ചെറുതേതാണോ അതെടുക്കുക. ആൽക്കീനെ നമ്പർ ഇടുന്ന സമയത്ത് വേറെ ഒരു പ്രയാസവും കൂടെ റൈസ് ചെയ്യാം. 2 കാർബണുകൾക്കിടയിലായിരിക്കും. അപ്പൊ നിങ്ങൾ നമ്പർ ചെയ്യുമ്പോൾ 2 നമ്പർ വരും. അതിലേതെടുക്കണോന്ന് ചോദിച്ചാൽ ചെറുതേ എടുക്കാവുള്ളൂ. അതിലേതെടുക്കണോന്ന് ചോദിച്ചാൽ ചെറുതേ എടുക്കാവുള്ളൂ. ഇപ്പൊ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഇട്ടപ്പോ 2നും 3നും ഇടയില്
അപ്പൊ ഏതെടുക്കണം? 2 എടുക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടപ്പോഴോ 1നും 2നും ഇടയിൽ ഏതെടുക്കണം? 1 എടുക്കണം. എന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. 2 ഉണ്ട് 1 ഉണ്ട്, ചെറുതേതാ? 2 ഉണ്ട് 1 ഉണ്ട്, ചെറുതേതാ? സാർ ഇതാണ് ചെറുത്, അതെടുക്കുന്നു, ഇത് ദാ വെട്ടിക്കളയുന്നു. ശരിയല്ലേ? ഇനി നേരെ പറ ഉത്തരം, നേരെ പറ ഉത്തരം. 3 കാർബൺ ഉണ്ട്, അതുകൊണ്ട് എഴുതി പ്രൊപ്പ്. പ്ലസ് ഒന്നാമത്തെ കാർബൺ 1 പ്ലസ് ആരാണ്? ഈനാണ്. ചേർത്ത് പറ പ്രൊപ്പ് -1 ഈനാണ്. സാർ നേരത്തെ പറഞ്ഞല്ലോ 1 ആണെങ്കിൽ എഴുതണ്ടെന്ന്, അത് ഞാൻ ഇപ്പോഴും പറയുന്നു. സോ ഇയാളുടെ പേരെന്താ വരിക? പ്രൊപ്പ് ഈൻ. എന്താ വരിക? പ്രൊപ്പ് ഈൻ. പ്രയാസമില്ലല്ലോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമ്മൾ ആൽക്കീന്റെ കോൺസെപ്റ്റ് വൈൻഡപ്പ് ചെയ്ത് ആൽക്കൈനിലേക്ക് പോകുന്നു. ശ്രദ്ധിച്ച് കേട്ടോണം. CH3 CH ഡബിൾ ബോണ്ട് CH3. പ്രയാസം ഇല്ല. ആദ്യം എന്തോ ഞാൻ പറഞ്ഞേ, ലോങ്സ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യണം. ഇതാണ് എന്റെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ, ഡൗട്ട് ഇല്ല. സാർ ഇത് ആൽക്കീൻ ആണോ? അതെ ആൽക്കീനാണ്. നോക്കൂ, അവിടെ എവിടെങ്കിലും ഒരിടത്തൊരു ഡബിൾ ബോണ്ട് കിടന്നാൽ മതി, അത് ആൽക്കീനാണ്. നോക്കൂ, അവിടെ ഡബിൾ ബോണ്ട് കിടപ്പുണ്ട്, ഇത് ആൽക്കീനാണ്. ആൽക്കീനെ എങ്ങനെ നമ്പർ ചെയ്യണമെന്നാ പറഞ്ഞേ? 2 ഡിറക്ഷനിലും നമ്പർ ചെയ്യണം. ലെഫ്റ്റ് ടു റൈറ്റ്. വേഗം പറഞ്ഞോ, ലെഫ്റ്റ് ടു റൈറ്റ്. വേഗം പറ. 1 2 3 4. അപ്പൊ നിങ്ങൾ പറ, ഞാൻ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ചെയ്തപ്പോ രണ്ടാമത്തെ കാർബണിന് മൂന്നാമത്തെ കാർബണിനും ഇടയിലാണ് ഡബിൾ ബോണ്ട് കിടന്നത്. അപ്പൊ 2 എടുക്കുവോ സാറേ? 3 എടുക്കുവോ സാറേ? ചെറുതെടുക്കും സാറേ, 2 എടുക്കും. എന്നിട്ട് എന്തോ ചെയ്യണം? തിരിച്ചുള്ള ഡയറക്ഷനൂടെ നമ്പർ ചെയ്യണം. വേഗം പറ. 1 2 3 4. ശരിയല്ലയോ? അവിടുന്ന് ഇങ്ങോട്ട് ചെയ്തപ്പോ നോക്കി, അപ്പോഴും സാറേ 2നും 3നും ഇടയിലാണ്. ഏതെടുക്കും സാറേ? 2 എടുക്കും സാറേ. സാറേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ചെയ്യുമ്പോഴും 2 ആണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ചെയ്യുമ്പോഴും 2 ആണ്. ഹായ് സന്തോഷം. കുഴപ്പമില്ല സെയിമാ. അപ്പൊ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ എല്ലാത്തിലും നിങ്ങൾ എന്തോ ചെയ്തോണം, ചെയ്ത് നോക്കി ഉറപ്പുവരുത്തണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇയാളുടെ പേരെന്താടാ വരിക? ബ്യൂട്ട് പ്ലസ് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് സെക്കൻഡ് പൊസിഷൻ. പിന്നെ ഈൻ ചേർക്കണം. വേഗം പറ. ബ്യൂട്ട് -2 ഈൻ. അപ്പൊ ഇതിന്റെ പേര് ബ്യൂട്ട് 2 ഈൻ. സാറേ 2 എഴുതാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. 1 ആണെങ്കിൽ എഴുതാതിരിക്കാൻ പറ്റൂ. ഇങ്ങനെയാണ് ആരെ നെയിം ചെയ്യുന്നത്? ആൽക്കീനെ നെയിം ചെയ്യുന്നത്. ശരിയല്ലയോ? ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ആർക്ക്? ആൽക്കൈനും. ക്ലിയർ ആണോ? സോ നമുക്കിനി ആൽക്കൈന്റെ നോമൻക്ലേച്ചറിലേക്ക് പോകാം. അപ്പൊ ആൽക്കൈനിലേക്ക് പോകാം. ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നു, ദാണ്ടേ സുന്ദരക്കുട്ടന്മാര് സുന്ദരി കുട്ടികളും അടിപൊളിയായിട്ട് പഠിച്ചോണം. ആൽക്കീൻ അറിയാവുന്ന കുട്ടിക്ക് ആൽക്കൈൻ പുല്ലാണ്. നെയിമിംഗ് ഓഫ് ആൽക്കൈൻ പുല്ലാണ്. ദാണ്ടേ നെയിമിംഗ് ഓഫ് ആരാണ്? ആൽക്കൈൻ ആണ്. ഇത് പറയത്തില്ല, കാരണം ആൽക്കീൻ ടൈം എടുത്താ പഠിപ്പിച്ചത്. ആൽക്കൈൻ അതുകൊണ്ട് പറയത്തില്ല. ശ്രദ്ധിച്ച് കേട്ടോണം. ഒന്നുമില്ല പിള്ളാരെ. വേർഡ് റൂട്ട് പ്ലസ് പൊസിഷൻ ഓഫ് ആൽക്കൈൻ എന്നാൽ അറിയാം ട്രിപ്പിൾ ബോണ്ട് ആണ്. അപ്പൊ പൊസിഷൻ ഓഫ് ആരെന്ന് എഴുതിക്കോണം? ട്രിപ്പിൾ ബോണ്ട് പ്ലസ് എന്തുവാടേ? YNE ചേർക്കണം. ബോക്സിനകത്ത് ആലേപനം ചെയ്തിട്ട് പഠിച്ചോണം. ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? സെയിം ആൽക്കീന്റെ കേസിൽ എന്താണോ പറഞ്ഞത് സെയിം ഐഡിയ തന്നെ ഇനി പറഞ്ഞെന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒറ്റ ക്വസ്റ്റ്യൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. CH3 ട്രിപ്പിൾ ബോണ്ട് CH.
ഒറ്റ കാര്യം, ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യണം. വേഗം പറ സാറേ. ഇതാണ് സാറേ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. ഞങ്ങൾക്ക് മനസ്സിലായി സാറേ. ആൽക്കീനിൽ എന്താണോ പറഞ്ഞത് സെയിം പ്രൊസീജിയർ ആണ് ആൽക്കൈനിലും. അവിടെ ഡബിൾ ബോണ്ട് ആണേ ഉള്ളൂ, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഞാനത് പറയുന്നില്ല. ഇതാ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് നമ്പർ ചെയ്യുക. അപ്പൊ അതാ ഇത് 1, ഇതാരാ 2, ഇതാരാ 3. അപ്പൊ എൻ്റെ മക്കൾക്ക് മനസ്സിലായി 2നും 3നും ഇടയില. അപ്പൊ ചെറുതേ എടുക്കാവുള്ളൂ. അപ്പൊ അതാ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്താൽ 2ാം സ്ഥാനത്ത് ട്രിപ്പിൾ ബോണ്ട്. അത് മാത്രം പോരാ, തിരിച്ചൂടെ ചെയ്തോണം. വേഗം പറ. 1, 2, 3. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ 1നും 2നും ഇടയിൽ ഏതെടുക്കണം? ചെറുതെടുക്കണം. 1 എടുത്തു. അപ്പൊ വേഗം പറ. ലെഫ്റ്റ് ടു റൈറ്റ് 2, റൈറ്റ് ടു ലെഫ്റ്റ് 1. ഏതാ സെലക്ട് ചെയ്യേണ്ടത്? ചെറുത്. അതുകൊണ്ട് ഇതെടുക്കും, ഇത് വെട്ടിക്കളയാം. വേഗം പറ. മെയിൻ ചെയിനകത്ത് 3 കാർബൺ, അതുകൊണ്ട് പ്രൊപ്പ് പ്ലസ് പൊസിഷൻ 1 പ്ലസ് YNE. വേഗം പറ. പ്രൊപ്പ് ഹൈഫൺ 1 ഹൈഫൺ YNE. സാറേ 1 ആണെങ്കിൽ എഴുതണ്ട, വേണ്ടട പിള്ളാരെ. പ്രൊപ്പ് ഐൻ. ക്ലിയർ ആണല്ലോ? ബാക്കിയെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പഠിച്ചോണം. കോൺസെപ്റ്റ് മാത്രമാണ് വീഡിയോക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ സിംഗിൾ ആണെങ്കിൽ ലാസ്റ്റ് വേർഡ് റൂട്ടിന്റെ കൂടെ എയിനാണ്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈനാണ്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. ഐൻ. വൈനല്ല, ഐൻ. YNE. അതൊരു പാട്ടിന്റെ രൂപത്തിൽ സാർ പഠിപ്പിച്ചുതരാം. സിംഗിൾ ആണെങ്കിൽ ഈനെന്ന് ചേർക്കണം, ഡബിൾ ആണെങ്കിൽ ഈനെന്ന് ചേർക്കണം, ട്രിപ്പിൾ ആണെങ്കിൽ ട്രിപ്പിൾ ആണെങ്കിൽ ഐനെന്ന് ചേർക്കണം. അപ്പം തെറ്റിപ്പോരുത്. സിംഗിൾ ആണെങ്കിൽ ഈനെന്ന് ചേർക്കണം, ഡബിൾ ആണെങ്കിൽ ഈനെന്ന് ചേർക്കണം, ട്രിപ്പിൾ ആണെങ്കിൽ ഐനെന്ന് ചേർക്കണം. ക്ലിയർ ആണല്ലോ? മനസ്സിലായി? സെറ്റായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസിന്റെ നോമൻക്ലേച്ചറുമായി ഞാൻ നിങ്ങളെ കാണാൻ വരാം. അതുവരെ ഇതെല്ലാം പഠിച്ച് വൃത്തിയായിട്ടിരിക്കുക. ഓക്കെ മക്കളെ.